നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് പനീർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചപ്പാത്തിക്കും റൈസിനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷായിട്ടുള്ള പനീർ ബുർജി. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്കിന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 2 മീഡിയം രീതിയിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു തക്കാളി കൂടി എടുക്കാം. ഞാൻ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് പേസ്റ്റായിട്ടോ അല്ലെങ്കിൽ ചതച്ചോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ കൂടി ചേർക്കാം. അപ്പോൾ ഈ ബട്ടർ കൂടി ചേർക്കുന്ന സമയത്ത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രമായിട്ടും എടുക്കാം, അതല്ലെങ്കിൽ ബട്ടർ മാത്രമായിട്ടും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ഇതൊന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് കറിയിൽ വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത് ഒരുവിധം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, അതായത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വഴന്നു വരും. ഇത് ഒരുവിധം ഒന്ന് വഴന്നു വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മീഡിയം രീതിയിലുള്ള സ്പൂണിന് 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേ അളവുള്ള സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും, അതുപോലെ അധികം എരിവും ഉണ്ടാവത്തില്ല. 1/2 സ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം കടലമാവ് കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ സ്പൂണിന് 2 സ്പൂൺ കടലമാവാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കടലമാവ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ചേർക്കണം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറും കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് കടലമാവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. തീ ഒരു മീഡിയം രീതിയിലിട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ചിട്ടിട്ടോ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് ആ പൊടികളുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരെ, അല്ലെങ്കിൽ ഒരു പച്ച മണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ തക്കാളി നന്നായിട്ട് വേവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ച് വേവിച്ചാലും മതി. ഈ തക്കാളി നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു വരണം. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വെള്ളം വേണ്ട. എങ്കിലും നമ്മൾ ഇനി ഇതിലേക്ക് പനീർ കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പനീർ ഇതേപോലെ പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ പൊടിച്ചോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പനീർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ പനീർ എത്രയും ചേർക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് ഇത് നല്ല ഡ്രൈ ആക്കി വേണമെങ്കിലും എടുക്കാം. നമ്മൾ എഗ് ബുർജിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി പനീർ ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം രീതിയിലുള്ള തീയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കസൂരി മേത്തി ഉണ്ടെങ്കിൽ, അതായത് ഉലുവയുടെ ഉണങ്ങിയ ഇല കയ്യിലുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. അത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇതാ നമ്മുടെ ക്രീമി പനീർ ബുർജി തയ്യാറായിട്ടുണ്ട്. ഞാനൊരല്പം ബട്ടർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ലാസ്റ്റിൽ ഇതേപോലെ കുറച്ച് ബട്ടർ കൂടി ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല രുചി കിട്ടും. അപ്പോൾ ഇത് ചപ്പാത്തിക്കോ റൊട്ടിക്കോ അതുപോലെ പൊറോട്ടയ്ക്കോ ഒക്കെ പറ്റിയ കറിയാണ്. ഫ്രൈഡ് റൈസിനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.